വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്താനാണ് പരിപാടി. വർഷങ്ങളായി വാടാനപ്പള്ളി ആൽമാവിനടുത്ത് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചുവരുന്നത്. വാടക കെട്ടിടത്തിലായതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ സഹായം ലഭ്യമാകാത്തതിനാൽ കെട്ടിടം ശോച്യാവസ്ഥയിലായിരുന്നു. കെട്ടിടത്തിന്റെ ഉള്ളിലെ കോൺക്രീറ്റ് അടർന്നു വീണ് പോലീസുകാർക്ക് പരിക്ക് പറ്റിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അപകട ഭീഷണി കാരണം പോലീസുകാർക്ക് കെട്ടിടത്തിനുള്ളിൽ ജോലി ചെയ്യാൻ പ്രയാസം നേരിട്ടത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. MLA ആയിരുന്ന PA മാധവൻ സ്ഥലം കിട്ടിയാൽ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകി. നേതാക്കളും പൊതുപ്രവർത്തകരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ടതോടെ പ്രവാസിയായ MA യൂസഫ് അലി സ്ഥലം വാങ്ങാൻ 10 ലക്ഷം രൂപ നൽകാമെന്നും ഉറപ്പു നൽകി. ഈ തുക ഉപയോഗിച്ച് തൃശൂർ റോഡിലെ ധന്യ റിസോർട്ടിന് വടക്കുഭാഗത്ത് സ്ഥലം വാങ്ങുകയായിരുന്നു. MLAയുടെ ഇടപെടലിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതിയ പോലീസ് സ്റ്റേഷൻ പണിയുന്നതിന് ഫണ്ട് അനുവദിച്ചു. 2015 ഒക്ടോബർ 2-ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കെട്ടിടത്തിന് തറക്കല്ലിട്ടു. 10 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായതിനാൽ നിർമ്മാണത്തിന് തടസ്സം നേരിട്ടു. സ്വകാര്യ വ്യക്തി പരാതിയും നൽകി. 2018-ലെ പ്രളയത്തിൽ ഇവിടെ വെള്ളം കയറിയിരുന്നു. രണ്ടാം പിണറായി വിജയന്റെ ഭരണകാലത്ത് വീണ്ടും പണി ആരംഭിക്കുകയായിരുന്നു. മണ്ണിട്ട് ഉയർത്തി അതിവേഗം കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുകയായിരുന്നു. മഴയിൽ ചുറ്റുപാടും ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ഇവിടേക്ക് റോഡും നിർമ്മിച്ചു.